എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സന്ദീപ് വാര്യരുടെ അവസ്ഥ, അതായത് ബി ജെ പിയിൽ നിന്ന് കസേര കിട്ടാത്തത് കൊണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ സന്ദീപ് വാര്യരുടെ അവസ്ഥ വളരെ പരിതാപകരമായിട്ടോ. അതായത് 15 ദിവസമായി, 2 ആഴ്ച കൂടുതലായിട്ട് അടൂര് സബ് ജയിലിൽ കിടക്കുകയാണ്. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. എന്തിനാണ് ഈ സന്ദീപ് വാര്യർ അടൂർ സബ് ജയിലിൽ കിടക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ ഒരു മാർച്ചിൽ, അതായത് പത്തനംതിട്ട പോലീസ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സന്ദീപ് വാര്യർ അറസ്റ്റ് ചെയ്യുന്നു, ജയിലിലിടുന്നു. എന്നൊക്കെ 15 ദിവസമായി ഒരു കോൺഗ്രസ് നേതാവും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പുറത്ത് വരുന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ സന്ദീപ് വാര്യരെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കുറച്ച് ബി ജെ പിയുടെ ലോക്കൽ നേതാക്കന്മാരൊക്കെ, ഈ പത്തനംതിട്ടയിലെ അടൂർ ആ സൈഡിലെ റാന്നിയ ഏരിയയിലേക്ക് കുറച്ച് ബി ജെ പി നേതാക്കന്മാരൊക്കെ സന്ദീപ് വാര്യരെ കാണാൻ വേണ്ടിയിട്ട് ജയിലിൽ പോയി. അവിടെ വന്നിട്ട് ഈ ബി ജെ പി നേതാക്കന്മാരെ മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട്. ചില സോഷ്യൽ മീഡിയയൊക്കെ അതിൻ്റെ ചില വീഡിയോ ക്ലിപ്സുകളൊക്കെ ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും എന്താണെന്ന് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാലും സന്ദീപ് വാര്യർക്കും എടുത്തു. സന്ദീപ് വാര്യർക്ക് മടുക്കാൻ കാരണം എന്താണെന്നറിയോ? അതായത് ഈ 15 ദിവസം ജയിലിൽ ഈ പോക്സോ കേസിലെ പ്രതികൾ, പിടിച്ചുപറിക്കാർ, ബലാത്സംഗം ചെയ്തവർ, അങ്ങനെയുള്ള ആൾക്കാരെ പ്രതികളെ കൂടെയാണ് ഈ സന്ദീപ് വാര്യറിൻ്റെ കിടത്തം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തിനാണ് സന്ദീപ് വാര്യർ ബി ജെ പി വിട്ടത്? അതായത് ഇപ്പോൾ ബി ജെ പിയിൽ നിന്ന് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പത്തനംതിട്ട, അതായത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ചാടിയിരിക്കുന്നത്. അതല്ല 2026 അസംബ്ലി ഇലക്ഷനിൽ ഒരു ഷുവർ സീറ്റിൽ നിർത്തി കോൺഗ്രസ് ജയിപ്പിക്കും എന്നൊക്കെ കണ്ട് പത്തനംതിട്ട സീറ്റ് പോട്ടെ. അതായത് പത്തനംതിട്ട ഇലക്ഷനിൽ ഏകദേശം 4 ദിവസം മുന്നെയാണ് സന്ദീപ് വാര്യർ പാർട്ടി വിട്ടത്. അപ്പോൾ എന്ത് തന്നെയായാലും സന്ദീപ് വാര്യർ ഇപ്പോൾ ഉദ്ദേശിച്ച ഒരു കാര്യം നടന്നില്ല. ആകെ നാണക്കേടും മാനഹാനി, ധനനഷ്ടം, ഇതൊക്കെയാണ് സന്ദീപ് വാര്യനുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വീഡിയോ കണ്ടിരുന്നു, ഭയങ്കര വൈറലാട്ടോ. അതായത് ഈ ഒരു സമരത്തിന് പോകുന്നതിന് മുന്നേ തന്നെ, ഈ പോലീസ് കമ്മീഷൻ ഓഫീസിൻ്റെ സമരത്തിന് പോകുന്നതിന് മുന്നേ ഈ യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ സന്ദീപ് വാര്യനെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നറിയാം. അതായത് സന്ദീപ് വാര്യർ ഇവിടെ എന്തെങ്കിലും മാർച്ചിൽ പങ്കെടുക്കുമ്പോൾ പോലീസ് ആക്ഷൻ ഉണ്ടാകുമ്പോൾ ഓടി രക്ഷപ്പെടലാണ്. അപ്പം തന്നെ സ്ഥലം വിടും. അടി പോലീസിൻ്റെ ലാത്തി ചാർജിന് മുന്നേ തന്നെ ഓടി രക്ഷപ്പെടലാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. കോൺഗ്രസ്സുകാരൊക്കെ ഇവൻ ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് പുറകിൽ നിന്ന് പിടിച്ച് ഷോൾഡർ വെച്ച് കറക്റ്റ് ടൈറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചത് പ്രതികളൊക്കെ കൊണ്ടുപോകില്ലേ പോലീസുകാർ, അതുമാതിരിയാണ് കൊണ്ടുവന്നേ. അതിൻ്റെ പ്രതിഫലം ഉണ്ടായി. പോലീസ് അടിച്ച് മൂക്ക് പൊട്ടിച്ചു, നേരെ അടിച്ച് തൂക്കിയെടുത്ത് ജയിലിലിട്ടു. ഇപ്പോൾ ഷാഫി പറമ്പിൽ വടകര എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അവൻ കയറി കളറൊക്കെ തേച്ച് മഷിയൊക്കെ ഒഴിച്ചിട്ട് എൻ്റെ മൂക്കടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ PR വർക്കൊക്കെ നടക്കുന്നുണ്ട്. അവിടെ കുറേ സുഡാപ്പികളൊക്കെ ചേർന്നിട്ട്, സുഡാപ്പികൾ പിന്നെ എന്താ പറയുക, മുസ്ലിം ആണെന്ന് മാത്രമേ നോക്കൂ, അവിടെ പാർട്ടി എന്താണെന്ന് നോക്കില്ല. അവർ ആരെങ്കിലും ഒരാളിങ്ങനെ ഇതിനുണ്ടെങ്കിൽ എന്തെങ്കിലും നേരെ പിടിച്ച് അവന് വലിയ രീതിയിൽ പ്രൊമോഷൻ കൊടുക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് എന്താ പറയുക, ലോകത്തിൽ ആദ്യമായിട്ട് മൂക്കിന് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ അവിടെ താടിയും ഇതൊന്നും ഷെയ്വ് ചെയ്ത ഏക വ്യക്തിയാണ് ഈ ഷാഫി പറമ്പിൽ. വലിയ രീതിയിലാണ് സുഡാപ്പികളൊക്കെ ഈ ഷാഫി പറമ്പിലിനെ ആഘോഷിക്കുന്നത്. അതായത് പാർട്ടി ഭേദമന്യേ. അപ്പം നേരെ മറിച്ച് ഇപ്പുറത്ത് വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, ശബരിമല വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജയിലിലായ സന്ദീപ് വാര്യർ തിരിഞ്ഞു നോക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും പോയില്ല. ആകെ പോയത് ഈ അടൂർ റാന്നി ഏരിയയിൽപ്പെട്ട BJP നേതാക്കന്മാരാണ്. അവരെ മുന്നിലാണ് സന്ദീപ് വാര്യർ പൊട്ടിക്കരഞ്ഞെന്ന് വെച്ചാൽ പറ്റിപ്പോയി. ചേട്ടാ അനിയ, അതായത് മറ്റേ എന്താ പറയുക, ഒരു പേര് വിളിച്ച് പറഞ്ഞ് പറ്റിപ്പോയി. അതായത് ഇനി എന്താ വേണ്ട, നിങ്ങളെ എന്താ ചെയ്യേണ്ട, ആ രീതിയിലാണ് കാര്യങ്ങൾ. എനിക്കിൻ്റെ സീറ്റ് വേണ്ട, ഒന്നും വേണ്ട, എങ്ങനെയെങ്കിലും BJPയിൽ തിരിച്ചെത്തിയാതി എന്ന രീതിയിലാണ് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ അവസ്ഥ. വളരെ പരിതാപകരം. ആരായാലും പെട്ടുപോയില്ലേ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ. ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിച്ച്, അതായത് വലിയ രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ ആഗ്രഹിച്ച് ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നു. അവിടെ പോയപ്പോൾ പട്ടിയുടെ വില പോലും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ, അതായത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തെയും സനാതന ധർമ്മത്തെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സന്ദീപ് വാര്യർ പുറപ്പെട്ടത്. നേരെ മറിച്ച് വേറെ എന്തോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് ചുമ്മാ എന്താ പറയേണ്ട, ഒരു പോലീസും നാട്ടുകാരും തമ്മിൽ ഒന്നും പിടി ഉണ്ടാകുമ്പോൾ ഷാഫി പറമ്പിൽ ഇടപെടുന്നു, മുഖത്ത് മഷി ഒഴിക്കുന്നു, എൻ്റെ മൂക്കടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നെ അടിയന്തരമായ ശസ്ത്രക്രിയതൊക്കെ വിധേയമാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ ഹോസ്പിറ്റലിലൊക്കെ പോയി ഇതാക്കി. കാണാൻ വരാത്ത ആൾക്കാരില്ല. രാഹുൽ ഗാന്ധി വിളിക്കുന്നു. എന്തൊക്കെ ബഹളമാണ് ഇവിടെ നടക്കുന്നേ. അതായത് പുള്ളിയുടെ പ്രശ്നം ഇത്രയേ ഉള്ളൂ, പുള്ളിയുടെ തുമ്പ് കട്ട് ചെയ്തു. ഇവിടെ തുമ്പില്ലാത്ത ആൾ സന്ദീപ് വാര്യർ ആയതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കാനില്ല. ഇത്രയേ ഉള്ളൂ കോൺഗ്രസിൻ്റെ കാര്യം. സന്ദീപ് വാര്യർക്ക് ശരിക്കും മനസ്സിലായി, അതായത് കോൺഗ്രസിൽ നിൽക്കണമെങ്കിൽ തുമ്പില്ലാത്തവനാവണം, എന്നാൽ മാത്രമേ രക്ഷപ്പെടൂ, അല്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. തുമ്പുള്ളവന് കോൺഗ്രസിൽ പിടിച്ചു വെക്കാൻ പറ്റില്ല. സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് മനസ്സിലായി. ഇതൊക്കെ മനസ്സിലാക്കി താൻ ചെയ്ത അതായത് BJP വിട്ട് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോമും ഇത്രയും നല്ലൊരു വലിയൊരു സംഘടന വിട്ടിട്ട് ഈ കൂത്ര സെറ്റപ്പിലാക്കാനാണോ ഞാൻ വന്നതെന്ന് പൊട്ടിക്കറിയാണ് ചെയ്തത് BJP നേതാക്കന്മാരുടെ മുന്നിൽ വെച്ചിട്ട്.
വരും ദിവസങ്ങളിൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ആരും ഒരു കോൺഗ്രസ് നേതാവും ഇതുവരെ ഒരു ജാമ്യത്തിൻ്റെ അപേക്ഷ പോലും സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ഇനിയിപ്പോഴുണ്ടല്ലോ വരും ദിവസങ്ങളിൽ BJP-കാരനെ ഇറക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു ഘട്ടമാണ് വന്നിരിക്കുന്നത്. അതായത് അത് ഒഫീഷ്യലി പരസ്യമായിട്ട് ചിലപ്പോൾ ചെയ്യില്ലായിരിക്കാം, വേറെ ആരെങ്കിലും വെച്ച് ചെയ്യും. പക്ഷെ വരും ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ അലയൊലികൾ വലിയ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ KPCC വക്താവാണ്. ഇപ്പോൾ പല രഹസ്യങ്ങളും സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ ഓൾറെഡി അറിയാം. വരും ദിവസങ്ങളിൽ ഈ ഏകദേശം നമ്മുടെ അസംബ്ലി ഇലക്ഷനോ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ വരുന്നതിന് മുന്നേ തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസ് വിട്ടിട്ട് BJP-യിലോട്ട് തിരിച്ചെത്തിയാലും അത്ഭുതപ്പെടാനില്ല. മനസ്സും അടുത്തുഹേ എന്ന് പറയുന്നത് അത്രക്കും ഇഗ്നോറൻസ്, അത്രയും ഭയങ്കരമായിട്ടുള്ള എന്താ പറയേണ്ടത് ഒരു ഇഗ്നോറൻസ് നേരിട്ടുള്ള ഒരാളാണ് ഈ സന്ദീപ് വാര്യർ. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ലോക്കൽ നേതാവ് പോലും സന്ദീപ് വാര്യറിനെ ജയിലിൽ വന്ന് കണ്ടില്ലൊന്ന് ആലോചിച്ച് നോക്കി. പാർട്ടിക്ക് വേണ്ടിയിട്ട് അടി കൊണ്ട് മൂക്ക് വെട്ടിയിട്ട് ഇവിടെ കിടക്കുന്ന ആളാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർക്ക് നല്ല പൂശ് കിട്ടി പോലീസിനെ എടുത്തിട്ട് അടിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയ നല്ല വൈറലാണ്. എന്നിട്ട് ഒരടിയും കിട്ടാത്ത ഷാഫി പറമ്പിൽ ചുവന്ന മഷി ഒഴിച്ച് മൂക്കടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഓപ്പറേഷൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. വരും ദിവസങ്ങളിൽ ഇപ്പോൾ CPM തന്നെ വരും ദിവസങ്ങളിൽ ഈ ഷാഫി പറമ്പിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമായോ എന്നൊക്കെയുള്ള വിശദമായ വിവരങ്ങളൊക്കെ ഇവന്മാർ പുറത്ത് കൊണ്ടുവരും. അന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ വിഷയത്തിലൊക്കെ CPM ഉണ്ടല്ലോ അതിവിദഗ്ധന്മാരുമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പൊക്കി പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഈ ഷാഫിയോട് CPM-ന് നല്ല ചൊറുക്കുണ്ട്. അത് തീർക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ നമ്മുടെ കസേര വാര്യർ എന്താല്ലേ ഇത്ര നല്ലൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു പാർട്ടിയിൽ നിന്ന് പുറത്ത് പോയിട്ട് ഈ കൂതറ സെറ്റപ്പിൽ ഈ സുഡാപ്പികളെ കുണ്ടറണ്ടി ആപ്പീസ് അണ്ണാക്കി തിരികുന്ന ഈ പാർട്ടി ഉണ്ടല്ലോ കോൺഗ്രസ്സുകാർ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ എന്താ പറയുക വാണക്കാട്ടേക്ക് വേണം. വാണക്കാട്ടെ മറ്റേ സുഡാപ്പി ഉണ്ടല്ലോ, ഈ സുഡാപ്പികളൊക്കെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ ഒരു വായിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും പുറത്തിറക്കാൻ പറ്റൂ. അങ്ങനെയുള്ള അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. അതായത് ഇവന്മാരിടയ്ക്ക് കുണ്ടറ അണ്ടി ആഫീസ് അണ്ണാക്കിൽ തിരികെ നടക്കുകയാണ്. വാര്യർക്ക് നന്നായിട്ട് മനസ്സിലായി. എന്തിനാലും വാര്യർ വരുന്ന ദിവസങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സാധ്യതയുണ്ട്. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.